Please note code letter F on the stage. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ടീച്ചർമാരെ, ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാനിവിടെ ഒരു കഥ പറയട്ടെ. ആരെ കുറിച്ചറിയോ? നമ്മളെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. നബി തങ്ങൾ നമുക്ക് ധാരാളം മൂല്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഈ കൊച്ചു കഥയിൽ വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുകയാണ് കേട്ടോ. അന്നൊരു പെരുന്നാൾ ദിവസം, എങ്ങും സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരത്തിനായി പള്ളിക്ക് നിസ്കരിക്കാൻ പോവുകയായിരുന്നു. വയലിൽ കൂടെ കുറച്ച് കുട്ടികൾ ഓടിക്കളിക്കുന്നു. പക്ഷേ ഒരു കുട്ടി മാത്രം കരഞ്ഞുകൊണ്ട് അവിടെ കീറിയ വസ്ത്രമിട്ടൊരു കല്ലുമേൽ കരഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു, മോനെ, നീ എന്തിനാ കരയുന്നത്? നീ പള്ളിക്ക് നിസ്കരിക്കാൻ പോകുന്നില്ലേ? അപ്പോൾ അവൻ വിഷമത്തോടെ പറഞ്ഞു, എൻ്റെ ഉപ്പ നബി തങ്ങളെ യുദ്ധത്തിൽ മരിച്ചുപോയി. എൻ്റെ ഉമ്മ വേറെ കല്യാണം കഴിച്ചു. അപ്പോൾ ഞാൻ ഒറ്റയായി, എനിക്ക് ആരുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ പാവം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, നീ കരയണ്ട. ഇനി മുതൽ ഞാനാണ് നിൻ്റെ ഉപ്പ. നിനക്ക് 2 കാക്കമാരുണ്ട്, ഹസൈനും ഹുസൈനും. ഇനി മുതൽ നിൻ്റെ ഇക്കാക്കമാരാ. നിൻ്റെ ഉമ്മൻ്റെ പേരാണ് ആയിഷ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആയിഷ ബീബിനോട് പറഞ്ഞു, ആയിഷ ബീബി, അവനെ കുളിപ്പിക്കൂ, പുതിയ വസ്ത്രമിട്ട് കൊടുക്കൂ, അവനക്ക് വയറ് നിറച്ച് ഫുഡ് കൊടുക്കൂ. അങ്ങനെ അവൾ സന്തോഷത്തോടെ ജീവിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ എത്ര സ്നേഹിക്കുന്നു? അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഈ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.